Srijitha Anish, NCLEX RN trainers at Athena Coaching Center. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ NCLEX RN MGNൽ നമുക്ക് വരുന്ന ഒരു ക്വസ്റ്റ്യൻ സാറ്റ ക്വസ്റ്റ്യൻ സെലക്ട് ഓൾ ദാറ്റ് അപ്ലൈ കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. സാധാരണ ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ സ്റ്റുഡൻസിന് കുറച്ച് ട്രബിൾ ആയിട്ട് ഫീൽ ചെയ്യുന്നതും കുറച്ച് ആൻസേഴ്സ് സെലക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളതുമായിട്ടുള്ള ഒരു ഏരിയ ആണ് സാറ്റ. ബിക്കോസ് നമുക്ക് എപ്പോഴും ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും, ഈ എത്ര ആൻസേഴ്സ് ഒരു ക്വസ്റ്റ്യനിൽ ഉണ്ടാവും, എത്ര ആൻസേഴ്സ് നമ്മൾ സെലക്ട് ചെയ്യണം എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പോൾ എപ്പോഴും അപ്ലിക്കബിൾ ആയിട്ടുള്ള ആൻസേഴ്സ് മാത്രം സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അപ്പോൾ നമുക്ക് നോക്കാം. സാറ്റ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുമ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഞാൻ എപ്പോഴും മനസ്സിലാക്കിയിരിക്കുന്ന ഒരു കാര്യം, നമുക്ക് ആ ഒരു കണ്ടന്റിനെ കുറിച്ച് വളരെ നന്നായിട്ട് അറിയാമെങ്കിൽ മാത്രമായിരിക്കും സാറ്റ ക്വസ്റ്റ്യൻസിൽ പ്രോപ്പറായിട്ട് ആൻസേഴ്സ് സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് ആ ഒരു കണ്ടന്റിനെ കുറിച്ച് വലിയ കാര്യമായിട്ടുള്ള ഒരു ഐഡിയ ഇല്ലെങ്കിൽ യൂഷ്വലി നമുക്ക് ഇതിനകത്ത് ഏതൊക്കെ അപ്ലിക്കബിൾ ആയിട്ടുള്ള ആൻസേഴ്സ് എന്ന് അറിയില്ലല്ലോ. അപ്പോൾ നമുക്ക് ആ കണ്ടന്റ് വളരെ വ്യക്തമായിട്ട് അറിയാമെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആൻസേഴ്സ് സെലക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് നോക്കാം. ഓക്കെ, സോ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുമ്പോൾ ക്വസ്റ്റ്യൻ വായിച്ച് വളരെ വ്യക്തമായിട്ട് ക്വസ്റ്റ്യൻ്റെ മീനിങ് മനസ്സിലാക്കി അതിൻ്റെ കോൺസെപ്റ്റ് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഓപ്ഷൻസിലേക്ക് പോകണം. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ വായിക്കാം. The nurse is preparing to teach a client with a new diagnosis of osteoporosis about strategies to prevent fall. And which teaching points should the nurse be sure to include? Fine. So, newly diagnosed osteoporosis. So, ഇവിടെ newly diagnosed osteoporosis ഉള്ള ഒരു പേഷ്യൻ്റ് ആണ്. ആ പേഷ്യൻറ്റിന് strategies to prevent fall. ഓക്കെ, ഇവിടെ ഫോൾ പ്രിവെൻറ്റ് ചെയ്യുക. ബിക്കോസ് ഓസ്റ്റിയോപോറോസിസ് ഉള്ളൊരു പേഷ്യൻറ്റിന് ഫോൾ വന്നു കഴിയുമ്പോൾ പെട്ടെന്ന് പത്തോളജിക്കൽ ഫ്രാക്ചർ ഉണ്ടാവും അല്ലേ. അപ്പോൾ അതുകൊണ്ട് എന്തൊക്കെ മെഷേഴ്സ് ആണ് ഫോൾ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് നമ്മൾ എടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഓരോ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുമ്പോഴും അതിൽ കണ്ടന്റ് വരുമ്പോൾ നിങ്ങൾ ആ കണ്ടന്റ് ഒന്ന് റിവൈസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണേ. സോ ഇവിടുത്തെ കണ്ടന്റ് ഏതാണ്? ന്യൂലി ഡയഗ്നോസ്ഡ് വിത്ത് ഓസ്റ്റിയോപോറോസിസ്. ലുക്ക് അറ്റ് ദിസ്. ഇതാണ് ഓസ്റ്റിയോപോറോസിസ്. ഓസ്റ്റിയോപോറോസിസ് എന്ന് പറഞ്ഞാൽ ഓസ്റ്റിയോ വിച്ച് ഇസ് ബോൺ, പോറോസിസ് മൾട്ടിപ്പിൾ പോർസ്. ഡീമിനറലൈസേഷൻ ഓഫ് ബോൺ ആണ് ഓസ്റ്റിയോപോറോസിസ്. ഓക്കെ, ഒരുപാട് കാരണങ്ങൾ ഇതിലേക്ക് ലീഡ് ആവുന്നുണ്ട്. യൂഷ്വലി മെനോപോസ് ഉള്ള പേഷ്യൻസിന്, സ്മോക്കിംഗ് ഹിസ്റ്ററി ഉള്ള പേഷ്യൻസിന്, ഇമ്മൊബിലൈസ്ഡ് ആയിട്ടുള്ള പേഷ്യൻസിന്, സർട്ടൻ മെഡിക്കേഷൻസ് എടുക്കുന്ന പേഷ്യൻസിന്, ലാക്ക് ഓഫ് കാൽസ്യം ഇൻടേക്ക്, ലാക്ക് ഓഫ് വൈറ്റമിൻ ഡി എക്സ്പോഷർ, വൈറ്റമിൻ ഡി ഇൻടേക്ക്, ഇതൊക്കെ ഓസ്റ്റിയോപോറോസിസിലേക്ക് ലീഡ് ചെയ്യും. ബേസിക്കലി എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബോണിൽ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഹോൾ ഉണ്ടാകുന്നു. ദാറ്റ് മീൻസ് ബോണിലുള്ള കാൽസ്യം മിനറലൈസ്ഡ് ആയിട്ട്, അതായത് ബോണിലുള്ള കാൽസ്യം അവിടെ നിന്ന് മൂവ് ചെയ്ത് അത് പുറത്തേക്ക് മൂവ് ചെയ്ത് പോകുന്നു. അതായത് നോർമൽ കാൽസ്യം ബോണിൽ സ്റ്റോർ ചെയ്തിട്ട് ബോണിനെ സ്ട്രെങ്തൻ ചെയ്യാനുള്ള ഒരു എബിലിറ്റി നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ മൾട്ടിപ്പിൾ പോർസ് ബോണിൽ ഉണ്ടാവുന്നത് കൊണ്ട് തന്നെ ഒരു ഫോൾ റിസ്ക് എപ്പോഴും കൂടുതലായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഫോൾ എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാം എന്നുള്ളതാണ് നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് നോക്കാം ഇതിനകത്ത് ഏതൊക്കെ പോയിന്റ്സ് ആണ് വേണ്ടതെന്നുള്ളത്. ഓക്കെ, സോ ഫസ്റ്റ് ഓപ്ഷനിൽ പറയുന്നത് വെയർ ഹിപ്പ് പ്രൊട്ടക്ടർ വെൻ ആംബുലേറ്റിംഗ്. ആംബുലേറ്റ് ചെയ്യുമ്പോൾ ഹിപ്പ് പ്രൊട്ടക്ടർ യൂസ് ചെയ്യണം. എന്തിനു വേണ്ടിയിട്ടുള്ള ഇൻ്റർവെൻഷൻ നമുക്ക് വേണ്ടത്? ഇവിടെ നമുക്ക് വേണ്ട ഇൻ്റർവെൻഷൻസ് ഫോൾ പ്രിവെൻറ്റ് ചെയ്യാനുള്ള സ്ട്രാറ്റജീസ് ആണ്. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ ഇവിടെ ആവശ്യമുണ്ടോ? വെയർ ഹിപ്പ് പ്രൊട്ടക്ടർ വെൻ ആംബുലേറ്റിംഗ്. സോ ആംബുലേറ്റ് ചെയ്യുമ്പോൾ പേഷ്യൻറ്റിന് ഹിപ്പ് പ്രൊട്ടക്ടർ യൂസ് ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഹിപ്പ് ഡിസ്ലൊക്കേഷൻ പോലെയുള്ള കോംപ്ലിക്കേഷൻസ് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. സോ 1 യു ക്യാൻ കീപ്. ഫൈൻ. സെക്കൻഡ് ഓപ്ഷൻ പറയുന്നു റിമൂവ് ത്രോ ഡ്രഗ്സ് ആൻഡ് എനി ഓഫ് അതർ ഒബ്സ്ട്രക്കിൾ. എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ, ഒബ്സ്ട്രക്കിൾസ് ഉണ്ടെങ്കിൽ അത് ചേഞ്ച് ചെയ്യാം. സോ ഡെഫിനറ്റ്ലി യെസ്, പേഷ്യൻ്റ് ആംബുലേറ്റ് ചെയ്യുമ്പോൾ പേഷ്യൻറ്റിൻ്റെ ആ പാത്വേയിൽ എന്തെങ്കിലും ഒരു ഒബ്സ്ട്രക്കിൾസ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ എന്ത് ചെയ്യണം? അത് മാറ്റണം. അതുപോലെ തന്നെയുള്ള ത്രോറാക്സ്, അതായത് തെന്നുന്ന തരത്തിലുള്ള മാറ്റുകൾ നമ്മൾ മാറ്റണം. സോ സെക്കൻഡ് ഓപ്ഷനും ഒരു ബെറ്റർ ഓപ്ഷനായിട്ട് സെലക്ട് ചെയ്യാം. ഓക്കെ, ആൻഡ് തേർഡ് പറയുകയാണ് എക്സസൈസ് ടു ഹെൽപ്പ് ബിൽഡ് യുവർ സ്ട്രെങ്ത്. എക്സസൈസ് ചെയ്യണം. ബിക്കോസ് ഇവിടെ എക്സസൈസ് ചെയ്യുന്നത് നോർമലി മസിൽസിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ മസിൽസ് കുറച്ച് സ്ട്രോങ് ആയാൽ
ബോണിന്റെ വീക്ക്നെസ് നമുക്ക് ബാലൻസ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ എക്സസൈസ് ഇമ്പോർട്ടൻ്റ് ആണോ? ഡെഫിനറ്റ്ലി എക്സസൈസ് ഇമ്പോർട്ടൻ്റ് ആണ് ഇൻ ഓർഡർ ടു സ്ട്രെങ്തൻ ദ മസിൽസ്. മനസ്സിലായോ? സ്കെലറ്റൽ മസിൽസ് സ്ട്രെങ്തൻ ആവാൻ വേണ്ടുന്ന എക്സസൈസ്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കും, എക്സസൈസ് ചെയ്യുമ്പോൾ ഫ്രാക്ചർ ഉണ്ടാവാൻ ചാൻസ് ഇല്ലേ? യെസ്, വിഗറസ് ആയിട്ടുള്ള എക്സസൈസ് ചെയ്താൽ ഫ്രാക്ചർ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. സോ കൺട്രോൾഡ് ആയിട്ടുള്ള muscle strengthening exercises important. So third point is also very important. That means exercise to help build your strength. Okay. And fourth one parayana, expect a few bumps and bruises when you go home. അതായത് പേഷ്യന്റിന്റെ വീട്ടിൽ ചെല്ലുമ്പോൾ നമുക്ക് എന്തൊക്കെ കാണാം? few bumps and bruises. Bumps and bruises on the body എന്തിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? It is indicating that patient had a fall. അല്ലെങ്കിൽ പേഷ്യന്റിന് എവിടെയോ ഒരു ഇഞ്ചുറി ഉണ്ടായിട്ടുണ്ട്. So which should not be expect. You should not expect few bumps and bruises. മനസ്സിലായോ? അപ്പോൾ ഫോർത്ത് വൺ കറക്റ്റ് ആൻസർ ആണോ? അല്ല. ബിക്കോസ് അതൊരു ബെറ്റർ സ്ട്രാറ്റജി അല്ല. നമ്മൾ പറയുവാണ് ഓക്കെ ബ്രൂയിസസും ബംപ്സും ഉണ്ടാവുന്നത് ഓക്കെ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേഷ്യന്റ് വീണ് കഴിഞ്ഞാലും കുഴപ്പമില്ല എന്നാണ് എൻ്റെ അർത്ഥം. അങ്ങനെ ആവരുത്. സോ ഫോർത്ത് വൺ ഈസ് റോങ്. ഫിഫ്ത്ത് വൺ പറയുകയാണ് റെസ്റ്റ് വെൻ യു ടയേർഡ്. വെൻ യു ടയേർഡ് യു ഹാവ് ടു ടേക്ക് റെസ്റ്റ്. ദാറ്റ് ഈസ് ഓൾസോ ട്രൂ, റൈറ്റ്? ബിക്കോസ് പേഷ്യന്റ് ടയേർഡ് ആയിട്ട് പേഷ്യന്റ് പിന്നെയും വാക്ക് ചെയ്യുക അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ വീഴാനുള്ള ടെൻഡൻസി കൂടുതലാണ്. ഓക്കെ, അപ്പോൾ അഡിക്വേറ്റ് റെസ്റ്റ് ഈസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. ആൻഡ് ലാസ്റ്റ് ഈസ് അവോയ്ഡ് കൺസ്യൂമിങ് 3 or more alcohol or drinks per day. Avoid consuming 3 or more alcohol. Alcohol smoking, yes, definitely നമുക്ക് എന്തിലേക്ക് ലീഡ് ആവാം? ഓസ്റ്റിയോപൊറോസിസിലേക്ക് ലീഡ് ആവാം. പക്ഷേ ഇവിടെ 3 or more ആൽക്കഹോൾ കൺസ്യൂം ചെയ്യുന്ന ആൽക്കഹോളിൻ്റെ കൺസപ്ഷൻ ഡെഫിനറ്റ്ലി അതും ഒരു റിസ്ക് ഫാക്ടറാണ്. ബട്ട് അത് അത്ര അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഫാക്ടർ അല്ല. ഓക്കെ, അപ്പോൾ ഇവിടെ ഏതൊക്കെയാണ് ആൻസർ ആയിട്ട് വരുന്നത്? നമ്പർ 1 wear hip protector, number 2 remove throats and obstacles, 3 third one exercise, fourth one doesn't require, fifth one rest when you tired, yes that is important, and last one you can skip. So the answers are 1, 2, 3 and 5. Okay, so you can select only the applicable answers. Okay, so non applicable answers നമ്മൾ ഇതിനകത്ത് സെലക്ട് ചെയ്താൽ ഇപ്പോൾ ഇവിടെ ടോട്ടൽ 4 ആൻസർ ആണുള്ളത്. ഈ 4 ആൻസറും നിങ്ങൾ സെലക്ട് ചെയ്താൽ യു വിൽ ഗെറ്റ് 4 out of 4, ദാറ്റ് ഈസ് 1 മാർക്ക്. ഓക്കെ, അപ്പോൾ 4 ആൻസറും കറക്റ്റ് ആയിട്ട് വന്നാൽ എന്ത് ചെയ്യും? 4 out of 4 ആയി. പക്ഷെ നിങ്ങൾ ഇതിനകത്ത് 3 ആൻസേഴ്സ് ആണ് സെലക്ട് ചെയ്തെങ്കിൽ യു വിൽ ഗെറ്റ് ഓൺലി 3 out of 4. ഓക്കെ, ബട്ട് യു സെലക്ടഡ് 3 ആൻസേഴ്സ് ആൻഡ് 1 is wrong. സോ അങ്ങനെ വന്നാലും നിങ്ങൾക്ക് ഉള്ള മാർക്കിൽ നിന്നും ഏതാണോ തെറ്റ് ആൻസർ വന്നത് അത് മൈനസ് ചെയ്ത് പോകും. അപ്പോൾ അതുകൊണ്ട് സാറ്റ ക്വസ്റ്റ്യൻസ് എടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക നമ്മളുടെ ആൻസേഴ്സ് റോങ് ആയിട്ടുള്ളത് വരാതിരിക്കാൻ. അത്ര ഷുവറിറ്റി ഉണ്ടെങ്കിൽ മാത്രം സെലക്ട് ചെയ്യും. സാറ്റ ക്വസ്റ്റ്യൻ അല്ലേ അന്ന് പിന്നെ കുറേ ആൻസേഴ്സ് സെലക്ട് ചെയ്യാം, അങ്ങനെ ഇല്ല കേട്ടോ. ഇപ്പോൾ ഇവിടെ ടോട്ടൽ 6 റെസ്പോൺസ് തന്നിട്ടുണ്ട്, അതിനകത്ത് 4 എണ്ണമാണ് ആൻസർ. ചില ക്വസ്റ്റ്യനകത്ത് 6 റെസ്പോൺസ് ഉണ്ടെങ്കിലും ചിലപ്പോൾ 2 എണ്ണേ ആൻസർ ആവുള്ളൂ. ചിലപ്പോൾ 6 റെസ്പോൺസിൽ 6 റെസ്പോൺസും ആൻസർ ആയിട്ട് വരാം. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സാറ്റ ക്വസ്റ്റ്യൻസിൽ വരുന്ന കണ്ടന്റുകൾ കുറച്ചും കൂടെ നമുക്ക് ഫെമിലിയർ ആയിരിക്കണം, നമ്മൾ നന്നായിട്ട് അതിനെക്കുറിച്ച് മനസ്സിലാക്കിയതായിരിക്കണം. ക്വസ്റ്റ്യൻ്റെ കണ്ടന്റ് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ആൻസേഴ്സ് എടുക്കുക. ഇവിടുത്തെ ക്വസ്റ്റ്യൻ്റെ കീ എന്ന് പറയുന്നത് പേഷ്യൻറ്റിൻ്റെ ഫോൾ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യണം എന്നുള്ളതാണ്. ഓക്കെ, സോ ദിസ് ഇസ് ഓൾ അബൌട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ. സോ ഇവിടെ നമ്മൾ ഓസ്റ്റിയോപൊറോസിസിൻ്റെ ഫോളോ പ്രിവെൻറ്റ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ആണ് പറഞ്ഞത്. ഇതുപോലെയുള്ള വേറെ ക്വസ്റ്റ്യൻസുമായിട്ട് നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. സ്റ്റിൽ ദെൻ ബൈ, ഗോഡ് ബ്ലെസ് യു ഓൾ.